Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ സത്യവചനത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പങ്കാളികളാകാം. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. കാലുകല്ലിൽ തട്ടാതെ കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിലെ കണ്ണുനീരിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവ് ഈ ഒരാഴ്ച മുഴുവൻ നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയല്ലോ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലേക്ക് അടുപ്പിച്ചല്ലോ. ഹല്ലേലൂയ. നാം പലപ്പോഴും ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ആമേൻ. പക്ഷെ ദൈവം അന്വേഷിക്കുന്നത് നിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ ഗാനം കേൾക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതം പരിശോധിക്കൂ. ആമേൻ നീതിയിൽ നിൽക്കാൻ ഒരു തീരുമാനമെടുക്കൂ. കാരണം ആമേൻ ദൈവം നമ്മെ നീതിയിൽ നടക്കുവാൻ പഠിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ എന്നെ പഠിപ്പിക്കണം? ആമേൻ. കരുണ നിറഞ്ഞ ഹൃദയം തരണമേ, വിനയത്തോടെ നടക്കാൻ. ഹല്ലേലൂയ. വഴി കാട്ടണം കർത്താവേ, നീ എന്നെ നയിക്കണമേ. പുറമേയുള്ള ഭക്തി വേണ്ടെന്ന് നീ പറയുന്നു. ഹല്ലേലൂയ. അത് ഹൃദയം മുഴുവൻ നിന്നിലേക്കാകണം. അത് വാക്കുകൾ കൊണ്ട് മാത്രം പോരാ കർത്താവേ, ജീവിതം തന്നെ സാക്ഷിയാകണം. ഹല്ലേലൂയ. അനീതിയിൽ നിന്ന് ഞാൻ തിരിഞ്ഞു വരും. ആമേൻ. സത്യത്തിന്റെ വഴിയിൽ ഞാൻ നടക്കും. നിന്റെ ഹൃദയം പോലെ ജീവിക്കാം. ആമേൻ. എന്റെ ഹൃദയം പോലെ ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കും. ഇന്ന് ഞാൻ ഒരു തീരുമാനം നീതിയിൽ ജീവിക്കുവാൻ എടുക്കും. ഹല്ലേലൂയ. അതെ, എന്നും ദൈവം അന്വേഷിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി കാണുവാനാണ്. ആകയാൽ ഇന്ന് രാത്രി ഈ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you Lord Jesus. Praise Jesus. Hallelujah. Amen. നീതിയിൽ നടക്കാൻ എന്നെ പഠിപ്പിക്കണം. കരുണ നിറഞ്ഞ ഹൃദയം തരണമേ. വിനയത്തോടെ നടക്കാൻ വഴികാട്ടേണം. കർത്താവേ, നീ എന്നെ നയിക്കണമേ. പുറമേ ഉള്ള ഭക്തി വേണ്ടെന്നു നീ പറയുന്നു. ഹൃദയം മുഴുവൻ നിന്നിലേക്കാകണം. വാക്കുകൾ കൊണ്ട് മാത്രം മതിയല്ല കർത്താവേ, ജീവിതം തന്നെ സാക്ഷിയാകണം. അനീതിയിൽ നിന്ന് ഞാൻ തിരിഞ്ഞു വരും. സത്യത്തിന്റെ വഴിയിൽ ഞാൻ നടക്കും. നിന്റെ ഹൃദയം പോലെ ജീവിക്കാം. എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കും. ഇന്ന് ഞാനൊരു തീരുമാനം നീതിയിൽ ജീവിക്കാമെന്നും ദൈവമന്വേഷിക്കുന്ന മനുഷ്യൻ ആകാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന ആ നിലയിൽ ജീവിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവജനമേ, നാം എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹം തേടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്.
സമാധാനം ആമേൻ തേടുന്നവരാണ്. ഹല്ലേലൂയ. അതേ പ്രാർത്ഥനകൾക്ക് ഉത്തരം തേടുന്നവരാണ്. ഹല്ലേലൂയ. അതേ പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ പലരും ചോദിക്കുന്നു, ദൈവമേ നീ എവിടെയാണ്? ഹല്ലേലൂയ. നീ ആമേൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സന്തോഷം വേണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടണം. എല്ലാ കണ്ണുകളും അടച്ചാൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി ജീവിപ്പാനിടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ആ തിരുവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമുള്ള പരിശുദ്ധാത്മാവ് ദൈവം കൂടെയിരിക്കും. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പുനേഷ് കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിശ്ചിതനായ യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി മീക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ് നാം വായിക്കുന്നത്. മീക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ഇന്ന് ഒരു ഗൗരവമുള്ള സത്യം ആമേൻ നാം കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം ചിലരെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരെയാണെന്ന് അറിയാമോ? നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ ആമേൻ ന്യായം ചെയ്യുന്നവരെ, ഹല്ലേലൂയ, അതേ സ്നേഹിക്കുന്നവരെ, ഹല്ലേലൂയ, വിനയത്തോടെ നിന്റെ ദൈവത്തോടു കൂടെ നടക്കുന്നവരെ, ഹല്ലേലൂയ. ആമേൻ. 1 ന്യായം ചെയ്യുക, 2 സ്നേഹിക്കുക, 3 വിനയത്തോടു കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ദൈവം നമ്മോട് ചോദിക്കുന്നത് വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ഹല്ലേലൂയ. നീ എത്ര പ്രാർത്ഥിച്ചു എന്നല്ല, പ്രൈസ് ദി ലോർഡ്, നീ എത്ര പാടി എന്നല്ല. ആമേൻ. ദൈവം ചോദിക്കുന്നത് നീ എങ്ങനെ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം എങ്ങനെയാ? ആമേൻ. നിന്റെ ഇടപാടുകൾ സത്യസന്ധമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും പല കാര്യങ്ങളിൽ നാം ഏർപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. നാം ജീവിക്കുവാൻ വേണ്ടി ബന്ധപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, നീ എങ്ങനെ ജീവിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഇടപാടുകൾ സത്യസന്ധമാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ നീതിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചോദ്യം വളരെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ദൈവത്തിന് പ്രസാദമുള്ളവനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അന്വേഷിക്കുന്ന മനുഷ്യൻ നീയാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് ദൈവ ശബ്ദം കാതുകളിൽ കേൾക്കുന്നു? എന്റെ ജനമേ, ഞാൻ നിന്റെ വാക്കുകൾ ഹല്ലേലൂയ അല്ല അന്വേഷിക്കുന്നത്, നിന്റെ ജീവിതമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവം കേൾക്കുന്നത് പ്രാർത്ഥന മാത്രമല്ല, അവൻ കാണുന്നത് ജീവിതമാണ്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും സാധിക്കും.
സാധിക്കും, അല്ലെ? കരയുവാൻ എല്ലാവർക്കും സാധിക്കും, ഹല്ലേലൂയ. പ്രസംഗിക്കുവാൻ എല്ലാവർക്കും സാധിക്കും, ഹല്ലേലൂയ. എന്നാൽ ജീവിക്കണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ജീവിതമാണ് ദൈവം അന്വേഷിക്കുന്നത്. ആമേൻ. കാരണം ദൈവം കേൾക്കുന്നത് പ്രാർത്ഥന മാത്രമല്ല, അവൻ കാണുന്നത് ജീവിതമാണ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, മീഖ പ്രവാചകന്റെ കാലത്ത് ആമേൻ ദൈവത്തിന്റെ ജനങ്ങൾ ഒരു വലിയ തെറ്റിദ്ധാരണയിലായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അതാണ് മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ. ഇന്നും തെറ്റിദ്ധാരണകളുടെ ലോകത്താണല്ലോ ഞാനും നിങ്ങളുമായിരിക്കുന്നത്, ഹല്ലേലൂയ. ആമേൻ. തെറ്റ് ധരിക്കപ്പെടുന്നവരുടെ ലോകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണം. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വലിയ ബലി കൊടുത്താൽ ദൈവം സന്തോഷിക്കും എന്ന് അവർ വിചാരിച്ചു. ആമേൻ. വലിയ യാഗം കഴിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ആരാധന കഴിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, വലിയ ബലി കൊടുത്താൽ ദൈവം സന്തോഷിക്കും എന്നവർ വിചാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. 1-2 ബലികളല്ല, 1000കണക്കിന് ബലികൾ, ഹല്ലേലൂയ. ആമേൻ. വലിയ സമർപ്പണങ്ങൾ, ഹല്ലേലൂയ. ഏറ്റവും വിലയേറിയത് പോലും കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. ആമേൻ. ഇന്നത്തെ കാലയളവിലും അപ്രകാരമായിരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഹല്ലേലൂയ. 1000കണക്കിന് ആമേൻ കാര്യങ്ങളും, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ബലി അർപ്പിക്കുന്നവരുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ദുഃഖ വെള്ളി, ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞുള്ള ശനിയാഴ്ച, നാളെ ഉയർപ്പിന്റെ ദിനമാണ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ്, ആമേൻ, അത് ബലിയായ, ആമേൻ, ഓർമ്മകൾ പുതുക്കുന്നു, അല്ലേ? നോക്കിക്കേ, 1000കണക്കിന് ബലികൾ, വലിയ സമർപ്പണങ്ങൾ, ഏറ്റവും വിലയേറിയത് പോലും കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ ദൈവം അതിന് മറുപടി പറയുന്നു, എനിക്ക് ഇതൊന്നും വേണ്ട പ്രിയരെ, ഇത് വളരെ ഗൗരവമുള്ള സത്യമാണ്, ഹല്ലേലൂയ. അതെ, മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പുറമെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ, പലരും പല രീതിയിലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പല കാര്യങ്ങൾ ആമേൻ ചെയ്യുന്നത്, ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ദൈവം അന്വേഷിക്കുന്നത് അതല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അന്വേഷിക്കുന്നത്, ആമേൻ, വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, ഹല്ലേലൂയ. വളരെ ദൈവം ലളിതമായിട്ട് അത് പറയുവാൻ തക്കവണ്ണം ഇടയായി, ഹല്ലേലൂയ. എന്തായിരുന്നു ദൈവം വളരെ ലളിതമായി പറഞ്ഞ കാര്യം? ആമേൻ. മീഖ 6:8. മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലതെന്ന് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും, കണ്ടോ, ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കാനും, ആമേൻ, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും, വിനയത്തോടെ ദൈവത്തോടൊപ്പം അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് നടക്കുക. അല്ലാതെ എന്താ ദൈവം നിന്നോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. വീട്ടിലായാലും നാട്ടിലായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും മക്കളിൽ ആയാലും മക്കള് അപ്പനമ്മമാരോടായാലും, ആമേൻ, അതേ, സഹപാഠികളോടായാലും സുഹൃത്തുക്കളോടായാലും നേതാക്കന്മാരോടായാലും അണികളോടായാലും എവിടെയായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, ദൈവം ആവശ്യപ്പെടുന്നത് ന്യായം ചെയ്യുക, ന്യായം പ്രവർത്തിക്കുക, ആമേൻ, കരുണ, ആമേൻ, സ്നേഹിക്കുക, വിനയത്തോടെ ദൈവത്തോടൊപ്പം നടക്കുക. പ്രിയമുള്ളവരെ, ആഴത്തിലുള്ള, ആമേൻ, ഒരു സത്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട്, ആമേൻ, ഇടപെടുന്നത്, ഹല്ലേലൂയ. ദൈവം പ്രവർത്തനങ്ങളെക്കാൾ ഹൃദയം എന്ത് ചെയ്യുന്നു നോക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രത്തോളം നാം പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പ്രവർത്തിക്കുന്ന എന്റെയും നിങ്ങളുടെ ഹൃദയം
ഹൃദയത്തെ ദൈവം നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയേക്കാൾ ബലിയേക്കാൾ ഹല്ലേലൂയ ആമേൻ അത് ജീവിതം നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ആത്മീയത എന്താണ് പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, യഥാർത്ഥ ആത്മീയത എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ നീതിയായി കാണുക, വിനയത്തോടെ ജീവിക്കുക. പ്രിയരെ, ഈ ആമേൻ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഈ വചനം ഇത് പഴയകാല സന്ദേശമല്ല പ്രിയരെ. ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ അതേ തെറ്റിൽ ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ആരാധിക്കുന്നു, ആമേൻ, നാം പ്രാർത്ഥിക്കുന്നു, നാം സേവിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ നീതിയില്ലെങ്കിൽ, മറ്റുള്ളവരോട് കരുണയില്ലെങ്കിൽ, ഹൃദയത്തിൽ വിനയമില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. ഇന്ന് രാത്രി സ്വയം പരിശോധനയ്ക്കായി ആര് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തും? ഹല്ലേലൂയ. ജീവിതത്തിൽ നീതിയില്ലെങ്കിൽ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ആമേൻ, ഹൃദയത്തിനകത്ത് വിനയമില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജനമേ, ഞാൻ നിന്റെ ബലി അല്ല അന്വേഷിക്കുന്നത്, നിന്റെ ജീവിതമാണ് ഞാൻ അന്വേഷിക്കുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ യഥാർത്ഥ തെളിവ് നീ മനുഷ്യരെ എങ്ങനെ കാണുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലെ ആമേൻ വലിയ പ്രശ്നം പ്രിയരെ, ആമേൻ, ഇന്ന് നാം ഒരു ആത്മീയമായി ആമേൻ ഹല്ലേലൂയ വളരെ സജീവമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും നമുക്ക് ആരാധന കാണുവാൻ കഴിയുന്നുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഭകൾ നിറയുന്നു. പക്ഷേ ഒരു വേദനാജനകമായ സത്യം, ആമേൻ, നീതി കുറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, കരുണ കുറയുന്നു. ആമേൻ, വിനയമില്ലാതാകുന്നു. ഇന്നത്തെ സമൂഹത്തെ ഒന്ന് ശ്രദ്ധിച്ചേ, അല്ലെങ്കിൽ ഒന്ന് നോക്കിക്കേ. സ്വാർത്ഥത വളരുന്നു. ഹല്ലേലൂയ. ആളുകൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ദുർബലരെ അവഗണിക്കുന്നു. ആമേൻ. നമ്മൾ പലപ്പോഴും പറയുന്നതാ, ഞാൻ വിശ്വാസിയാണ്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു ചോദ്യം, ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഹല്ലേലൂയ. തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടായി, ആമേൻ, തന്നെ പിന്തുടരുന്ന ജനത്തോടായി യേശു പറഞ്ഞത് ഇപ്രകാരമാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതുകപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. കണ്ടോ? ന്യായം, കരുണ, വിശ്വാസം, ഇവയാണ് പ്രധാനപ്പെട്ടത്. പ്രിയരെ, യേശു തന്നെ പറഞ്ഞു, പ്രധാനപ്പെട്ടത് ആചാരങ്ങളല്ല, പിന്നെന്താ? ന്യായമാണ്, കരുണയാണ്, വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ നമുക്ക് കാണുവാൻ കഴിയും, പലരും ആമേൻ വലിയ യാഗത്തെ ആചാരമായി അനുഷ്ഠാനമാക്കി ആമേൻ ഒരു ആമേൻ സമൂഹം അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നത്. എന്നാൽ യേശു പറയുകയാണ്, പ്രധാനപ്പെട്ടത് ആചാരമല്ല, പ്രൈസ് ദി ലോർഡ്, ന്യായമാണ്, കരുണയാണ്, ആമേൻ, വിശ്വാസമാണ്. ഇന്നത്തെ വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? വിശ്വാസം വാക്കുകളിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ മാറ്റമില്ല. ഇന്നത്തെ യുവതലമുറ വിജയത്തിനായി ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. പേരിനും സ്ഥാനത്തിനും പിന്നാലെ പോകുന്നു, പക്ഷേ ഹൃദയം ശൂന്യമാണ്. ഹല്ലേലൂയ. സമാധാനമില്ല. ആമേൻ. ഞാൻ ആത്മാവിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട്? എന്റെ ജനമേ, നീ മറ്റുള്ളവരെ പോലെ ആകരുത്. ഹല്ലേലൂയ. നീ വ്യത്യസ്തനായിരിക്കണം. യു ആർ ഡിഫറന്റ്. ലോകം സ്വാർത്ഥതയിൽ നടക്കുമ്പോൾ
നീ കരുണയിൽ നടക്കണം. ആമേൻ. ലോകം അനീതിയിൽ നടക്കുമ്പോൾ നീ നീതിയിൽ നിലനിൽക്കണം. ആമേൻ. ദൈവം ഇന്ന് പറയുന്നു, നീ നീതിയിൽ ജീവിക്കണം. ഹല്ലേലൂയ. നീ എന്റെ പ്രതിഫലനമാണ്. ഹല്ലേലൂയ. നീ എന്റെ പ്രതിഫലനമാകണം പ്രിയരെ. ഹല്ലേലൂയ. കാരണം ഈ ലോകം മാറ്റപ്പെടുന്നത് വാക്കുകൾ കൊണ്ടല്ല, പ്രൈസ് ദി ലോർഡ്, നീതിയിൽ ജീവിക്കുന്ന മനുഷ്യരിലൂടെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം ഹല്ലേലൂയ ഒരു സാധാരണ പ്രസംഗത്തിന്റെ ഭാഗമല്ല. ആമേൻ. ഇത് ദൈവം നേരിട്ട് അത് ഹൃദയങ്ങളോട് സംസാരിക്കുന്ന നിമിഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആത്മാവിൽ വ്യക്തമായി അനുഭവിക്കുന്നു. ആമേൻ. ചിലരിവിടെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ജീവിതത്തിൽ ഒരു നിശബ്ദ പോരാട്ടം നടക്കുന്നു. ഹല്ലേലൂയ. ചിലർ കരുണ കാണിക്കണമെന്നറിയാം, ചിലർക്ക് കരുണ കാണിക്കണമെന്നറിയാം, പക്ഷേ മടിക്കുന്നു. സത്യത്തിൽ നിലനിൽക്കണമെന്നറിയാം, പക്ഷേ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. എന്തും പറയും ആളുകൾ. ഹല്ലേലൂയ. എനിക്ക് നഷ്ടമാവുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, വെളിച്ചം ഒളിച്ചു വെക്കുവാൻ വേണ്ടിയല്ല, ആമേൻ, അത് പ്രകാശിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവ് ഇപ്പോൾ പറയുന്നു, ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ എന്റെ പ്രതിഫലനമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതം ആമേൻ ഒരു സന്ദേശമാകണം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമാകണം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ചിലരോട് പ്രഖ്യാപിക്കുന്നു, നീതിയിൽ നടക്കുവാൻ ധൈര്യം ആമേൻ നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശരിയായ ചെയ്യുവാനുള്ള ശക്തി ആമേൻ ഇന്ന് രാത്രി ഉയരത്തിൽ നിന്ന് ചിലരുടെ ജീവിതങ്ങളിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കരുണ നിറഞ്ഞ ഒരു പുതിയ ഹൃദയം ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ. ആമേൻ. കൈത്താങ്ങുവാൻ. ആമേൻ. വിനയത്തോടെ നടക്കാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ആമേൻ അതെ നയിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഞാൻ എന്നതിൽ നിന്ന് ദൈവം എന്നിലേക്ക്. ഹല്ലേലൂയ. ഞാൻ എന്നതിൽ നിന്ന് ദൈവം എന്നിലേക്ക്. ഹല്ലേലൂയ. ആ മാറ്റം ആമേൻ ഉണ്ടാവണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇപ്പോൾ ചിലരുടെ ഭയം മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് ഭയത്തോടായിരിക്കുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ. ചിലര് സംശയത്തോടായിരിക്കുന്നു. അത് ശരിയാണോ? അങ്ങനെയാണോ? ആമേൻ. ഇങ്ങനെയാണോ? ഹല്ലേലൂയ. ചിലർക്ക് ഭർത്താവിനെ സംശയം, ചിലർക്ക് ഭാര്യയെ സംശയം, ചിലർക്ക് വചനത്തെ സംശയം, ദൈവത്തെ പോലും സംശയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സംശയം മാറുന്നു. ആമേൻ. ദൈവത്തിന്റെ ധൈര്യം നിനക്കുള്ളിൽ ഉയരുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഉയർത്തുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ ഒരു വെളിച്ചമായി, നിന്റെ ജോലി സ്ഥലത്ത് നീ ഒരു സാക്ഷിയായി, സമൂഹത്തിൽ ഒരു മാറ്റത്തിന്റെ ശബ്ദമായി ഹല്ലേലൂയ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കും? ആമേൻ. നീ വെളിച്ചമായി നിൽക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള ഇരുട്ട് സ്വയം മാറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ നിമിഷത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഞങ്ങൾക്ക് കാണുവാനിടയാകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീതിയില്ലെങ്കിൽ ഹല്ലേലൂയ, മറ്റുള്ളവരെ ന്യായമായി കാണാത്ത നിമിഷങ്ങളുണ്ടെങ്കിൽ, ആമേൻ, കരുണ കാണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 51:10. ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ ആമേൻ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. ഹല്ലേലൂയ. വായിച്ചു.
ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് പുതുക്കണമേ. ആമേൻ. സത്യത്തിൽ ഉറച്ച ഒരു ജീവിതം നയിപ്പാൻ കർത്താവേ കൃപ ചെയ്യണമേ. കരുണ നിറഞ്ഞ ഹൃദയം തരണമേ. വിനയത്തോടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ നിമിഷം ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിന്റെ കാഠിന്യതകളെല്ലാം മൃദുവാകട്ടെ. ആമേൻ. ചിലരുടെ സ്വാർത്ഥത ആമേൻ പൊളിയട്ടെ. സ്നേഹം വീണ്ടും ഒഴുകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവർക്കായി സ്തോത്രം. നീതിയിൽ ജീവിക്കുവാൻ, കരുണ കാണിക്കുവാൻ, ദൈവത്തോടൊപ്പം നടക്കുവാൻ കർത്താവെ തീരുമാനിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തിൽ പ്രസാദമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ, ആമേൻ, യഥാർത്ഥമായി മാറാൻ തയ്യാറുള്ളവർ, ആമേൻ, ഈ നിമിഷം ഹല്ലേലൂയ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലിരുന്നാലും ആമേൻ ആ ഹൃദയം ഒന്ന് സമർപ്പിക്കൂ. ആമേൻ. എന്നോട് ചേർന്ന് ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. കർത്താവേ, എന്നെ മാറ്റണമേ. അവിടുത്തെ ഇഷ്ടപ്രകാരം എന്നെ രൂപപ്പെടുത്തണമേ. എന്റെ ജീവിതം അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായി സമർപ്പിക്കുന്നു. പുതിയ ഹൃദയങ്ങൾ രൂപപ്പെടുന്നു. നീതിയിൽ നടക്കുന്ന ജീവിതങ്ങൾ ആമേൻ ഉയർന്നു വരട്ടെ. ദൈവം ഈ തലമുറയെ മാറ്റുവാൻ കർത്താവേ ഇടയാക്കണമേ. ഇന്ന് രാത്രി ജോൺ തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ. ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നുവോ ഇന്ന് രാത്രി താൻ ആവശ്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. രണ്ടുപേരെ ഭൂമിയിൽ ഐക്യമതപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങൾക്കും മറുപടി നൽകാമെന്ന് വാക്ക് പറഞ്ഞ നല്ല കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി അങ്ങയുടെ അഭിഷിക്തദാസന്റെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ മറുപടിയായി വെളിപ്പെടുവാനിടയാകട്ടെ. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ഭക്തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, നിധിയോട് ഉത്തരമരുളിയാകട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. ഉയർപ്പിന്റെ ശക്തി ഇപ്പോൾ വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന കർത്താവേ, അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാനിടയാകട്ടെ. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗം അറിയുന്നുവെന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ അവിടുത്തെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചാണ്. രാത്രി നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടുത്തെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അടുത്തൊരു പ്രഭാതം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ഉയർപ്പിന്റെ പിൻപുലരി അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ അങ്ങേ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി, ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. നിത്യജീവന് ആമേൻ ഉറവിടമാകുന്ന ക്രിസ്തുവിൽ വളരുവാനിടയാകട്ടെ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും സ്വർഗ്ഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. See you again.
സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. കരുണ നിറഞ്ഞ ഹൃദയം തരണമേ. വിനയത്തോടെ നടക്കാൻ വഴികാട്ടേണം. കർത്താവേ, നീ എന്നെ നയിക്കണമേ. പുറമേ ഉള്ള ഭക്തി വേണ്ടെന്നു നീ പറയുന്നു. ഹൃദയം മുഴുവൻ നിന്നിലേക്കാകണം. വാക്കുകൾ കൊണ്ട് മാത്രം മതിയല്ല കർത്താവേ, ജീവിതം തന്നെ സാക്ഷിയാകണം. അനീതിയിൽ നിന്നു ഞാൻ തിരിഞ്ഞു വരും. സത്യത്തിൻ്റെ വഴിയിൽ ഞാൻ നടക്കും. നിന്റെ ഹൃദയം പോലെ ജീവിക്കാൻ എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കും. ഇന്ന് ഞാനൊരു തീരുമാനം. നീതിയിൽ ജീവിക്കാൻ